പത്മപ്രിയ. അച്ഛ, എന്താണ് പറ്റിയത്? അപ്പോഴും കാര്യം എന്തെന്നറിയാതെ ദേവു വിഷമിക്കുകയായിരുന്നു. മിണ്ടരുത് അസത്തെ, ഒരക്ഷരം പോലും ഇനി നീ ശബ്ദിക്കരുത്. അയാൾ മുരണ്ടു. ഇതെല്ലാം കണ്ടും കേട്ടും പ്രഭ വാതിൽപ്പടിയിൽ ചാരി കയ്യും കെട്ടി നിൽപ്പുണ്ട്. അയാൾ ഭാര്യയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവർ യാതൊരു ഭാവഭേദവും കൂടാതെ അതേ നിൽപ്പ് തുടർന്നു. എന്തടി? അത് കണ്ട് കലി കയറിയ അയാൾ ഭാര്യയുടെ അടുത്തേക്ക് വന്നു. മകളുടെ വാക്കും കേട്ടുപോയിട്ട് എന്തു പറ്റി? അവൻ അടിച്ചോടിച്ചല്ലേ? പ്രഭ അയാളെ നോക്കി പരിഹസിച്ചു. ഞാൻ ദേവേട്ടനോട് 1000 ആവർത്തി പറഞ്ഞു ഇപ്പോഴവിടേക്ക് പോകരുതെന്ന്. കേട്ടില്ലല്ലോ. എന്നിട്ട് എന്തായി ഒടുക്കം? എന്താവാന്? നിങ്ങളുടെ മുഖം കാണുമ്പോൾ വ്യക്തമാണ് ദേവേട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ അവസാനിച്ചെന്ന്. അവർ ഭർത്താവിനെ പിന്നെയും പരിഹസിച്ചു. അകത്തെ മുറിയിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവു കിടപ്പുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അച്ഛൻ അടിക്കുന്നത്, അതും അത്രമേൽ ദേഷ്യത്തിൽ. അവൾക്ക് നെഞ്ചു നേറി. പക്ഷേ കാരണം എന്താണ്? എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയില്ല. പെട്ടെന്ന് ഒരു ഉൾപ്രേരണയാൽ അവൾ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛാ. 2 കൈകളും തലയിലൂന്നി കണ്ണുകൾ രണ്ടും അടച്ച് കസേരയിൽ ഇരിക്കുകയായിരുന്നു ദേവൻ. അയാൾ മുഖമുയർത്തി അവളെ നോക്കി. എന്താ പറ്റിയേ? എന്നോടൊന്ന് പറയച്ചാ. നിന്റെ അച്ഛനെ കുറ്റിച്ചൂലെടുത്ത് അടിച്ചോടിച്ചടി അവൻ. എന്താ അത്രയും മതിയായിരുന്നോ? അച്ഛാ, അച്ഛനിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൾ പകച്ചു നിൽക്കുകയാണ്. അതേടി, നിന്റെ അച്ഛനെ അവൻ വായി വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. ഈ കല്യാണക്കുറി ഉണ്ടല്ലോ, അവൻ്റെ വീട്ടിൽ വയ്ക്കാൻ പോലും സമ്മതിച്ചില്ല. നിന്നെ അവനും അവൻ്റെ വീട്ടുകാർക്കും അറിയില്ല പോലും. അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ പോലും ഒരുക്കമല്ലെന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. തറഞ്ഞു നിൽക്കുകയാണ് ദേവു. ഒരു ചെറു ചിരിയോടെ പ്രഭയും. അച്ഛാ, സത്യമാണോ ഇതൊക്കെ? അവൾ വാക്കുകൾക്കായി പരതി. അല്ലടി, ഞാൻ ആലോചിച്ചുണ്ടാക്കി പറയുന്നതാണ്. അയാൾക്ക് ദേഷ്യം വന്നു. അച്ഛൻ പത്മയെ കണ്ടോ? കണ്ടു. നീ പറഞ്ഞ പോലെ വേലക്കാരിയാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. അത് കേട്ടതും ദേവുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നിട്ടോ അച്ഛാ? എന്നിട്ട് എന്താവാൻ? അവൻ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ദൈവം അവനു വേണ്ടി കാത്തുവെച്ച പെണ്ണാണെന്ന്. നിന്നെപ്പോലെ കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നവളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടതേ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പുണ്യമാണെന്ന്. നീ കോടീശ്വരന്മാരുടെ പിന്നാലെ പോകുന്നവളാണെന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞടി. അപ്പോഴും തറഞ്ഞു നിൽക്കുകയാണ് ദേവു. കാർത്തിയേട്ടൻ അങ്ങനൊക്കെ പറഞ്ഞെന്ന് വിശ്വസിക്കാനാവുന്നില്ല. അച്ഛനെ അവിശ്വസിക്കാനും. ദേവു അയാളെ തന്നെ നോക്കി നിന്നു. നിന്റെ വാക്കും കേട്ടുകൊണ്ട് അഹങ്കാരം കാണിക്കാൻ പോയതാ. അവസാനം ഞാൻ നാണം കെട്ട് അവൻ്റെ മുന്നിൽ. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നോ അച്ഛാ? ഇല്ലടി, ആവിയായി എല്ലാവരും മേൽപോട്ട് പോയി. അയാൾ പിന്നെയും പല്ലി ഞെരിച്ചു. എല്ലാവരും ഉള്ളപ്പോൾ ചെല്ലണമെന്ന് നിനക്ക് നിർബന്ധമല്ലായിരുന്നോ? പിന്നെന്താ മോളെ? അതുവരെ ഒന്നും മിണ്ടാതെ നിന്ന പ്രഭ മകളെ നോക്കി. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്ക്, എങ്കിൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്നും ഇനിയും നീ കൊള്ളും. അത്രയേ ഉള്ളൂ അമ്മയ്ക്ക് നിന്നോട് പറയാൻ. പ്രഭ അടുക്കളയിലേക്ക് അതും പറഞ്ഞ് നടന്നുപോയി. അമ്മ പറഞ്ഞതാണ് ശരി. നിന്റെ കൂടെ ചേർന്നുകൊണ്ടേ അവളോട് ഞാനും മെക്കിട്ട് കയറിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ തെറ്റായിരുന്നു. നീ പറയുന്നതാണ് ശരിയെന്ന് കരുതി നിന്റെ കൂടെ ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നു. അതിൻ്റെയാണ് എനിക്കിന്ന് കിട്ടിയത്. അമ്മ പറഞ്ഞ പോലെ ഇനിയെങ്കിലും മര്യാദയ്ക്ക് നോക്കി കണ്ടും ജീവിക്കാം. എങ്കിൽ നിനക്ക് സന്തോഷത്തോടെ അവൻ്റെ ഒപ്പം കഴിയാം. അച്ഛൻ പറയുന്നതും കേട്ട് ദേവു അനങ്ങാതെ നിന്നു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടപ്പോൾ അവൾ മുറിയിലേക്ക് പോയി. പത്മയെയും കൂട്ടി ഒരു സിനിമ കാണാൻ പോകണം. കുറച്ച് നാളായി ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതുവരെ ആയിട്ടും പറ്റിയില്ല. ഇന്ന് എന്തായാലും പോകണം. ഇടയ്ക്ക് ഫ്രീ ആയി സ്റ്റാഫ് റൂമിലിരുന്നപ്പോൾ കാർത്തി ചിന്തിക്കുകയായിരുന്നു. പെണ്ണിനാണെങ്കിൽ കാലത്തെ താൻ വഴക്ക് പറഞ്ഞപ്പോൾ മുതൽ സങ്കടമാണ്. ഓ, ഏത് നേരത്താണോ തനിക്ക് അവളോട് ദേഷ്യപ്പെടാൻ തോന്നിയേ? പാവത്തിൻ്റെ കണ്ണും മുഖവുമൊക്കെ ചുവന്ന് നാശമായിരുന്നു. ഓർക്കും തോറും അവന് വല്ലാത്ത വിങ്ങൽ തോന്നി. എത്ര നേരമെടുത്തു ഒന്ന് സമാധാനിപ്പിക്കാൻ. ഇത്തിരി കാര്യം മതി അവൾക്ക്. പൊട്ടിക്കരയും. തൻ്റെ നെഞ്ചിലേക്ക് വീണ് പിടഞ്ഞു കരയുന്ന പത്മയെ അവൻ ഓർത്തു. പാവം. മനസ്സും ശരീരം കൊണ്ടും തൻ്റെ പാതിയായവളാണ്. അവളുടെ കണ്ണൊന്ന് നിറഞ്ഞപ്പോൾ ആ കണ്ണീരിന് മുന്നിൽ താൻ തോറ്റുപോയി. എന്തായാലും അവളുടെ വിഷമമൊക്കെ ഇന്ന് തീർക്കണം. അവളുടെ
നെഞ്ചു പിടയുന്നത് മാത്രം തനിക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞു പത്മയുടെ അടുത്ത്. അവൻ ചിന്തിച്ചു. ഒടുവിൽ അവൾ ഓടി വന്ന് ഏന്തി വലിഞ്ഞ് തനിക്ക് ഉമ്മ വെച്ചിട്ട് പോയതോർത്തപ്പോൾ അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വെച്ചിട്ടുണ്ടടി കുറുമ്പി, അവൻ മനസ്സിൽ പറഞ്ഞു. സാറേ, പ്യൂൺ വന്ന് വിളിച്ചപ്പോൾ അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താ തോമാച്ചേട്ടാ? പ്രിൻസിപ്പൽ സാർ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാമേ. ആർട്സ് ഡേ അടുത്ത് വരികയാണ്. അതിൻ്റെ ചർച്ചയ്ക്കായി പ്രിൻസിപ്പൽ കാർത്തിയെ വിളിച്ചതായിരുന്നു. കാർത്തിക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കേണ്ടി വന്നതിനാൽ പത്മയും മീനൂട്ടിയും കൂടി ബസ്സിലാണ് കോളേജിൽ നിന്ന് വന്നത്. പഠിക്കലെത്തിയപ്പോൾ കണ്ടു അച്ഛനും അമ്മയും ഹരിക്കുട്ടനുമൊക്കെ എത്തിയിരിക്കുന്നത്. പത്മേച്ചി, ദേ ചേച്ചിയുടെ അച്ഛനും അമ്മയുമൊക്കെ. മീനൂട്ടി പറഞ്ഞതും പത്മ ഓടി അവർക്കരികിലേക്ക്. ഹരിക്കുട്ടൻ അവളെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. പത്മ അവൻ്റെ ഇരു കവളിലും മാറി മാറി ഉമ്മ കൊടുത്തു. അച്ഛ, എപ്പോൾ എത്തി? വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. അരമണിക്കൂറായി മോളെ വന്നിട്ട്. കാർത്തി വന്നില്ലല്ലേ? ഇല്ലച്ചാ, മാഷിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പോഴേക്കും എല്ലാവർക്കുമുള്ള ചായ എടുത്തുകൊണ്ട് സീത ഉമ്മറത്തേക്ക് വന്നു. പത്മ വേഗം തന്നെ അത് മേടിച്ച് അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുത്തു. ഭവ്യയും മുത്തശ്ശിയുമൊക്കെ എന്തു പറയുന്നു? അവളെ കൂടി കൊണ്ടുവരാമായിരുന്നു. പത്മ അമ്മയോടായി പറഞ്ഞു. അവൾക്ക് ഇന്നെന്തോ പരീക്ഷയുണ്ട് മോളെ. പിന്നെ എല്ലാവരും കൂടി വരാൻ നിന്നാലേ ഉടനെ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ പോകുന്നത്. ഹരിക്കുട്ട, മോൻ ഇന്ന് സ്കൂളിൽ പോയില്ലേ? അവനെ പിടിച്ച് മടിയിലിരുത്തിക്കൊണ്ട് പത്മ ചോദിച്ചു. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളായിരുന്നു. അതെന്താ? ടീച്ചർമാർക്കേ എന്തോ കോഴ്സാണെന്ന്. ചേച്ചിയുമായിട്ട് തല്ലുകൂടാറുണ്ടോ? അവൻ്റെ കാതിൽ പത്മ മെല്ലെ ചോദിച്ചു. ഇല്ലെന്ന് അവൻ ചുമൽ ചലിപ്പിച്ചു. പത്മയും മീനൂട്ടിയും ഹരിക്കുട്ടനെയും കൂട്ടി മുറ്റത്തൂടെയൊക്കെ നടന്നു. മൂവാണ്ടൻ മാവിൽ നിന്നും കുറച്ച് മാങ്ങ പറിക്കുകയായിരുന്നു കാർത്തിയുടെ അച്ഛൻ പത്മയുടെ വീട്ടിലേക്ക് കൊടുത്തയക്കാൻ. പത്മയുടെ അച്ഛനെയും കൂട്ടി അയാൾ തൊടിയിലേക്ക് പോയി. പാവയ്ക്കയും വഴുതനയും ചീരയും ഒക്കെ പറിച്ചുകൊണ്ടാണ് രണ്ടാളും കയറി വന്നത്. അപ്പോഴേക്കും കാർത്തിയും എത്തി. എല്ലാവർക്കും കഴിക്കാനായി മസാലദോശയും പൊറോട്ടയും ഒക്കെ പാഴ്സൽ മേടിച്ചുകൊണ്ടാണ് അവൻ എത്തിയത്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് സമയമിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 7 മണിയോടെയാണ് അവർ തിരിച്ചു പോയത്. അച്ഛനും അമ്മയും ഹരിക്കുട്ടനുമൊക്കെ പോയപ്പോൾ പത്മയുടെ മിഴികൾ ഈറനണിഞ്ഞു. വല്ലാത്ത ഒരു നൊമ്പരം വന്നു മൂടും പോലെ. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ കാർത്തി കണ്ടു മിഴികൾ തുളുമ്പി നിൽക്കുന്നവളെ. പത്മ. അവൻ പിന്നിലൂടെ ചെന്ന് നിന്ന് അവളെ പുണർന്നു. എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? അച്ഛനും അമ്മയുമൊക്കെ പോയപ്പോൾ സങ്കടമായില്ലേ? അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ശരിക്കും സങ്കടമായി മാഷേ. ഹരിക്കുട്ടന് നല്ല വിഷമമുണ്ട്. അത് പറഞ്ഞപ്പോൾ അവൾക്ക് വാക്കുകൾ ഇടറി. സാരമില്ല, പോട്ടെ. അടുത്ത വീക്കെൻഡിലേ നമുക്ക് രണ്ടാൾക്കും കൂടെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്യാം. അവളുടെ തോളിൽ തട്ടി അവൻ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും അവളെ വിളിച്ചുകൊണ്ട് മീനൂട്ടി കയറി വന്നു. പെട്ടെന്ന് തന്നെ പത്മ കാർത്തിയിൽ നിന്നും അകന്നു മാറി. എഴുത്തി, ദേ ഇതൊക്കെ എഴുത്തിയുടെ അച്ഛനും അമ്മയും കൊണ്ടുവന്നതാണേ, എടുത്ത് കഴിക്കൂ കേട്ടോ. ഒരു പ്ലേറ്റിൽ മുറിച്ച ഹൽവ കഷ്ണങ്ങളും പിന്നെ നെയ്യപ്പവും ചുരുട്ടുമൊക്കെ ആയിട്ട് അവൾ കയറി വന്നിരുന്നത്. യോ, ഇതൊന്നും എനിക്ക് വേണ്ട മീനൂട്ടി. നമ്മളിപ്പോൾ മസാലദോശയൊക്കെ കഴിച്ചില്ലേ, എനിക്ക് വയറ് പൊട്ടും. അവൾ വയറ് തൊട്ടുകൊണ്ട് പറഞ്ഞു. ഓ പിന്നെ, മര്യാദയ്ക്ക് കഴിച്ചോണം. ഇവിടെ വന്നിട്ട് പെണ്ണങ്ങ് ക്ഷീണിച്ചു പോയി അല്ലേ ഏട്ടാ? പ്ലേറ്റ് കൊണ്ടുവന്ന് മേശമേൽ വെച്ചിട്ട് മീനു കാർത്തിയെ നോക്കി. അവൻ ഒരു ഹൽവയുടെ പീസ് എടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ട് അനിയത്തിയെ നോക്കി തലയാട്ടി. എടത്തി, എനിക്ക് ഇത്തിരി എഴുതാനുണ്ട്, പിന്നെ കാണാം കേട്ടോ. മീനു മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും കാർത്തി ചെന്ന് വാതിൽ ചാരി. ഞാൻ ഇന്ന് ഒരു സിനിമയ്ക്ക് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. ആണോ? എങ്കിൽ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് വാ മാഷേ. ആ ബെസ്റ്റ്. ഞാൻ ഒറ്റയ്ക്കല്ല പെണ്ണേ, നിന്നെയും കൂട്ടി പോകാനായിരുന്നു. എനിക്കങ്ങനെ സിനിമ കാണാൻ പോകുന്നതൊന്നും വലിയ ഇഷ്ടമല്ല മാഷേ. അതെന്താ? അത് ഞാനങ്ങനെ പോയിട്ടൊന്നുമില്ല, അതുകൊണ്ടാവണം. അത് ശരി. കല്യാണമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പുതുമോടിയായിട്ട് ഒരു സിനിമയൊക്കെ കാണാൻ പോകില്ലേ? ഇത് മാസം 3-4 കഴിഞ്ഞു. ഇതുവരെയായിട്ടും എങ്ങോട്ടും പോകാൻ എനിക്കൊട്ട് സമയവുമില്ല. അതുകൊണ്ട് ഞാൻ കരുതിയതാ ഇന്നെന്തായാലും ഒരു മൂവിക്ക് പോകാമെന്ന്. എക്സാമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ പോകാം മാഷേ. ശരി ശരി.
തൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അവൻ ഒന്ന് രണ്ട് ബുക്കുകൾ എടുത്തുകൊണ്ട് കസേരയിൽ പോയിരുന്നു. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. ഇന്നാണ് ദേവുവിൻ്റെയും നികേഷിൻ്റെയും വിവാഹം. കരയടച്ച് ക്ഷണിച്ചിരിക്കുകയാണ് ദേവൻ എല്ലാവരെയും. ടൗണിലുള്ള ഏറ്റവും വലിയ AC ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം. 2000 പേരെങ്കിലും കാണുമെന്നാണ് ദേവൻ കരയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് മെറൂൺ നിറമുള്ള കാഞ്ചീപുരം സാരി ഉടുത്ത് മുടി നിറയെ മുല്ലപ്പൂവും ചൂടി ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ദേവു അതീവ സുന്ദരിയായിരുന്നു. എല്ലാവരും അവളെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിരുന്നു വിവാഹത്തിന്. നികേഷിൻ്റെ പെങ്ങളും വേറെ ഒന്ന് രണ്ട് സ്ത്രീകളും ദേവുവിൻ്റെ അമ്മായിമാരുമൊക്കെ അവളെ സ്വീകരിച്ചു കൊണ്ടുവന്നു മണ്ഡപത്തിലിരുത്തി. ദേവു പതിയെ തല ചരിച്ച് നികേഷ് ഇരുന്ന ഭാഗത്തേക്ക് നോക്കി. അവൾ ഞെട്ടിപ്പോയി. അന്നാണ് അവൾ അവനെ നേരിട്ട് കാണുന്നത്. അതുവരെ ഫോണിലൂടെ കണ്ട് സംസാരിച്ചതേ ഉള്ളായിരുന്നു. അതിൽ കാണും പോലെ അല്ല ആള്. നേരിട്ട് കാണാൻ കറുത്തിട്ടാണ്. പ്രായം 28 പറഞ്ഞ്, പക്ഷെ കണ്ടാൽ ഒരു 35 തോന്നും. വലിയ ഭംഗിയൊന്നുമില്ല. അവൾക്ക് നെഞ്ചിടിച്ചു. അവൻ്റെ താലി ഏറ്റുവാങ്ങുമ്പോൾ ദേവുവിനൊന്ന് പൊട്ടിക്കരയാനാണ് തോന്നിയത്. പൂമാല പരസ്പരം ഇട്ടപ്പോഴാണ് അവൻ്റെ നിശ്വാസം അവളുടെ കവളിൽ തട്ടിയത്. അതിന് മദ്യത്തിൻ്റെ മണമായിരുന്നുവെന്ന് ദേവു മനസ്സിലാക്കി. ഈശ്വര, ചതിക്കപ്പെട്ടല്ലോ താന്. ആരും കാണാതെ അവൾ മിഴികൾ തുടച്ചു. അഹങ്കാരം എന്ന അലങ്കാരം എടുത്ത് അണിഞ്ഞതിന് ദേവു അവൾക്കായി കരുതി വെച്ചത് വലിയൊരു തിരിച്ചടിയാണെന്ന് പാവം ദേവു അറിഞ്ഞിരുന്നു. ഒപ്പം അവളുടെ അച്ഛനും. തുടരും.